ഇന്നിപ്പോൾ വിശദമായി നോക്കാം. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പുറത്തിറക്കി. എസ് സുജയാണ് സസ്പെൻഡ് ചെയ്തത്. സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനാധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. അതേസമയം തേവലക്കര സ്കൂളിലെ സൈക്കിൾ ഷെഡിന് അനുമതിയുണ്ടായിരുന്നില്ല എന്ന രേഖകളും പുറത്തുവന്നു. ഈ വർഷത്തെ ഫിറ്റ്നസ് നൽകിയത് ക്ലാസ് ഓഫീസ് മുറികൾക്ക് മാത്രമാണെന്നും സൈക്കിൾ ഷെഡിന് പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടില്ല എന്നും രേഖകളിൽ വ്യക്തമാണ്. അതിനിടെ മരിച്ച മിഥുന്റെ വീട്ടിലെത്തിയ മന്ത്രിമാർ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകി. അപകടമുണ്ടായ സ്കൂളും വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രിയും സന്ദർശിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ ആൾക്കാർ ചേർന്നുള്ള ഉന്നതതല യോഗം ചേർന്നു. മാനേജ്മെന്റിനോട് ഇതിനെ സംബന്ധിച്ചിടത്തോളം സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് എയ്ഡഡ് മാനേജ്മെന്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെന്റിന്റെ നടപടി ആദ്യമായി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ HMനെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളായി ചേർന്നു. ഡാൻ, നേരത്തെ തന്നെ ഈ അധ്യാപിക സസ്പെൻഷൻ നടപടി ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമായിരുന്നു. ഇപ്പോൾ ഉത്തരവായി പുറത്തിറങ്ങി. ഈ പ്രധാന അധ്യാപികയെ മാത്രം ഒരു നടപടിയിലേക്ക് എത്തിച്ച് കാര്യങ്ങൾ തടിതപ്പാനുള്ള നീക്കമാണോ നടക്കുന്നത്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് പ്രാഥമിക നടപടി എന്നോണം സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പുറമെ വൈദ്യുതി വകുപ്പിന്റെയും അതോടൊപ്പം പോലീസിന്റെയും അന്വേഷണ റിപ്പോർട്ടുകൾ കൂടി വരാനുണ്ട്. അതുകൂടി വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയോടും KN ബാലഗോപാലിനോടും ഈ കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ വ്യക്തത തേടിയിരുന്നു സ്കൂളിൽ സന്ദർശനം നടത്തുന്ന വേളയിൽ. അപ്പോൾ അവർ പറഞ്ഞത് ഈ അന്വേഷണം സമഗ്രമായി പൂർത്തിയായതിനു ശേഷമായിരിക്കും ഏതൊക്കെ തരങ്ങളിൽ ഈ നടപടി വേണമെന്ന കാര്യത്തിൽ ഒരു കൃത്യത വരികയുള്ളൂ എന്നാണ്. പ്രാഥമികമായി വിദ്യാഭ്യാസ വകുപ്പ് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി എന്നോണമാണ് പ്രധാന അധ്യാപികയെ ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ സ്കൂളിന്റെ കെട്ടിടത്തിന് മാത്രമേ ഫിറ്റ്നസ് നൽകിയിരുന്നുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിൾ യാർഡ് എന്ന പേരിൽ തകര ഷീറ്റിട്ട് നിർമ്മിച്ച താൽക്കാലിക ഇടം, സൈക്കിളുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഇടം, അതിന് ഫിറ്റ്നസ് ലഭിച്ചിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ ഈ വൈദ്യുതി ലൈൻ ഇതിന് മുകളിലൂടെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി? വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വിശദമായ പരിശോധനകൾ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളിലടക്കം കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും. നാളെ ആയിരിക്കും വിവാദങ്ങൾക്കിടെ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരു നാട് മുഴുവൻ ഈ നാടിന്റെ പൊന്നോമന പുത്രനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേദനയോടെ കാത്തിരിക്കുകയാണ്. സ്കൂളിലെ പ്രധാനാധ്യാപികയെ സസ്പെൻഷൻ നടപടി നേരിടേണ്ട സാഹചര്യമുണ്ട്. അതേസമയം സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടതുപോലെ ഉണ്ടായിരുന്നില്ല. അത് സൈക്കിൾ ഷെഡ് നിർമ്മാണത്തിൽ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് സൈക്കിൾ ഷെഡ് നിർമ്മാണം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കൂടുതൽ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്ന് കരുതുകയും ചെയ്യാം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധം ശക്തമാണ്. BJPയും RYFും KSUവും സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു ABVPയുടെ പ്രതിഷേധം. മിഥുന്റെ ദാരുണമായ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് തേവലക്കര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് രാവിലെ മുതൽ നടന്നത്. രാവിലെ 11 മണിക്ക് ആദ്യം BJPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡുകൾ തള്ളി മാറ്റിക്കൊണ്ട് ഈ സ്കൂളിനടുത്തേക്ക് എത്താനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് ഏറെ പണിപ്പെട്ടാണ് തടഞ്ഞത്. തുടർന്ന് ബാരിക്കേഡിന് മുകളിലൂടെ ചാടി ഈ സ്കൂളിന്റെ പരിസരത്തേക്ക് എത്തിയ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ നീക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ RYFന്റെ നേതൃത്വത്തിലും സമാനമായ തരത്തിലുള്ള പ്രതിഷേധം നടന്നു. ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. മാനേജ്മെന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ പ്രിൻസിപ്പലിന്റെ മാത്രം അല്ലെങ്കിൽ പ്രധാനാധ്യാപികയെ മാത്രം
ഇതിൽ ആരോപണ വിധേയമാക്കുന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ കൃത്യവിലോപം നടത്തിയ മുഴുവൻ പേർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു RYFന്റെ പ്രതിഷേധം. അതിന് തൊട്ടു പിന്നാലെയാണ് KSUവിന്റെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം ഈ സ്കൂൾ പരിസരത്തേക്ക് ഉണ്ടായത്. ബാരിക്കേഡ് ഇളക്കി മറിച്ചിട്ടുകൊണ്ടായിരുന്നു KSUവിന്റെ പ്രതിഷേധം. പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു വശത്ത് നിന്ന് പ്രവർത്തകർ ഈ ഗേറ്റിനടുത്തെത്തി ഗേറ്റ് തള്ളി തുറന്ന് സ്കൂളിനുള്ളിലേക്ക് കയറാനായി നടത്തിയ ശ്രമം പോലീസുമായുള്ള ബലപ്രയോഗത്തിന് തന്നെയാണ് വഴിവെച്ചത്. പിന്നീട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ഏറെ നേരം മുദ്രാവാക്യം മുഴക്കി സ്ഥലത്ത് തമ്പടിച്ചിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് സ്കൂൾ പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇത്തരത്തിൽ തുടർന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂളിനകത്തും പുറത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഇത് സ്കൂളിന് സംഭവിച്ച വീഴ്ച എന്നതിനപ്പുറത്തേക്ക് പഞ്ചായത്ത് തലത്തിൽ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ പഞ്ചായത്ത് തലത്തിലും ഈ KSEBയുടെ ലൈൻ പോയതിന് ഉത്തരവാദികളായ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഈ സംഭവത്തിൽ ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു കണ്ടെത്തലിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മുഴുവൻ കൃത്യമായ നടപടി എടുക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ തേവലക്കരയിൽ ഇന്നും അടുത്ത ദിവസങ്ങളിലും നടക്കാനിരിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പാലക്കാട് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു.